അപ്പോൾ നമ്മുടെ ഇന്നത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നൊരു കുഞ്ഞു മോളായിരുന്നു. അപ്പോൾ അവളുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ആയിരുന്നു, നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്പ് ഇങ്ങറ്റത്തുനിന്ന് തുടങ്ങി അങ്ങറ്റം വരെ നല്ല രീതിക്ക് തന്നെ മുടി കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ പോയിട്ട് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തായിരുന്നു ഉണ്ടായത്? അങ്ങനെ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞത് പിന്നെ എത്ര ഹെവി ആയിക്കഴിഞ്ഞാലും അത് 10 മുതൽ 20 വരെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇത് കണ്ടപ്പോൾ അവർ നോക്കിയിട്ട് അവർ പറഞ്ഞു നല്ലോണം നോക്കിയിട്ടില്ല, ചെറിയ മട്ടത്തിൽ നോക്കിയിട്ട് തന്നെ പറഞ്ഞു ഇതെന്തായാലും ഇത് ഭയങ്കര ഹെവി കണ്ടീഷനാണ്, അതുകൊണ്ട് നിങ്ങൾ 25,000 മേലെ ആവും, കുറയൂലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 25,000 നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞു. നമ്മൾ അത്രയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല പൈസ. അങ്ങനെ പറഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് 22, ഞങ്ങൾ 22 നമുക്കാവൂലെന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നമ്മൾ കുറേ ദിവസം പുറത്തെല്ലാം ഇങ്ങനെ നിന്ന് ആലോചിച്ച് കുറേ ഇതാക്കി അയ്യോ നമ്മൾ തീരുമാനിച്ച് വേണ്ട അവിടെ നിന്ന് വരാൻ. അപ്പോൾ അവർക്കൊരു വലിയൊരു ഇതൊന്നുമില്ല, ഒരു നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിഗണന ഉണ്ടാവില്ല, അതുപോലും ഉണ്ടായില്ല. വല്ലാത്ത വിഷമമായി. എൻ്റെ മോള് അതിനും അത് ചെയ്യുന്നില്ല, നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് വല്ലാണ്ട് കരഞ്ഞാളിന്. കണ്ടപ്പോൾ എനിക്കും കരച്ചിട്ട് വന്നു. കരയാതെ അപ്പോൾ അവരിവിടെ വരുന്നതിന് മുമ്പ് വേറൊരു സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഒരു മോശം ഒരു അനുഭവമാണ് അവർക്കുണ്ടായത്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിട്ട് കുഞ്ഞും ഉമ്മയൊക്കെ കരഞ്ഞോണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവർ പൈസ മാത്രം എന്നൊരു ലക്ഷ്യത്തിലാണ് നിന്നത്. ആ പൈസ മാത്രം അതാണ് ഞങ്ങൾക്ക് വലുത് എന്നൊരു രീതിയിൽ നിന്നിട്ട് അവിടെ നിന്ന് അവർ എൻ്റെ അടുത്ത് കുറച്ച് ഫാമിലി മെമ്പേഴ്സായിട്ടായിരുന്നു വന്നത്. അപ്പോൾ അവരെല്ലാവരും മാറി തരുന്നു പറഞ്ഞ് ഒരു കളിയാക്കുന്ന രീതിയിലായിരുന്നു, ഒരു പുച്ഛത്തോടു കൂടിയാണ് സംസാരിച്ച് അവരെ ഇറക്കിയെന്നായിരുന്നു പറഞ്ഞത്. എന്തിനാ അങ്ങനെ? അതൊക്കെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ വിളിച്ചിട്ടാണ് അവർ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഉറപ്പ് പറയണമായിരുന്നു, നിങ്ങൾക്ക് ഇത് സിവിയർ കണ്ടീഷനായിരുന്നു, നിങ്ങൾ അവിടെ വന്നിട്ടല്ല പറയണ്ടേ, അതിൻ്റെ മുമ്പേ അവരോട് പറയണമായിരുന്നു. ഒരു വീഡിയോ ചോദിച്ചാൽ മതിയല്ലോ, അത് കിട്ടുമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ ഒരു സിവിയർ കണ്ടീഷനാണോ, ഞങ്ങൾക്ക് ഇത്ര പൈസ വരുമെന്ന്. അവർ ഇല്ലാത്ത പൈസ ഒപ്പിച്ച് എത്രയും ഫാമിലിയോടെ നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് 25,000 രൂപ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശിയും പിടിച്ച് നിന്നിട്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ശരിയായില്ല. അതെനിക്ക് പറയാനുള്ളത്. അത് മോശം ഒരു ഇതാണ്. നമുക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് പറ്റും, നമ്മൾ ചെയ്യുന്നതിന് പൈസ വാങ്ങണ്ടെന്നല്ല, ഒരു പരിധി ഉണ്ട്. അപ്പോൾ നമ്മൾ അത് അനുസരിച്ചിട്ട് വേണം. കാരണം പൈസ വാങ്ങണ്ടെന്നല്ല, കാരണം നമുക്ക് ചിലവുകളുണ്ട്, സ്റ്റാഫിന് കൊടുക്കണം, കറണ്ട് ബില്ല്, അത് ഇത് ക്രീമിനോ അത് എല്ലാത്തിനും പൈസ ഉണ്ട്. ഓക്കെ, അതനുസരിച്ചിട്ടുള്ളൊരിതാണ് വാങ്ങേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ പറയരുത് 3 മണിക്കൂർ 4 മണിക്കൂർ ഞങ്ങൾ തീർത്ത് തരും, നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമേ പറയാൻ നിൽക്കരുത് നിങ്ങൾ. ഞങ്ങൾ പറയുന്നില്ലല്ലോ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂറിന് 1800 റുപ്പീസാണ് വരുന്നത്, ഒറ്റ മണിക്കൂറിന്. സോ നമുക്ക് എത്ര മണിക്കൂറാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ മനുഷ്യ പരിഗണന വെച്ചിട്ട് അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു നടപടി ഞങ്ങളെപ്പോലെ ഇത് ചെയ്യുന്ന നിങ്ങളും എടുക്കണമെന്നാണ് പറയാനുള്ളത്. വെറും പൈസ എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, പൈസയ്ക്ക് മുകളിൽ സ്നേഹം, ബന്ധം, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. മനുഷ്യത്വം, അതാണ് മെയിനായിട്ട് വേണ്ടത്. സോ അതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പം നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കും, വരുന്ന കസ്റ്റമറും ഹാപ്പി ആയിരിക്കും കേട്ടോ. ആ ഉമ്മയും മക്കളും ഫാമിലി എല്ലാം കരഞ്ഞ് കണ്ണ് നിറച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ വീഡിയോ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം എന്നിട്ടും എൻ്റെ സ്റ്റാഫായാലും എല്ലാവരും പറഞ്ഞു എടുക്കുക, അത് കുറേ ആയില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത്. കാരണം ഇതിന് മുന്നേയും വന്നവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. പൈസ മാത്രമല്ല, അതിന് മുന്നേ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്, അതൊന്ന് മുൻഗണനയായിട്ട് വെക്കുക. അതായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം. അപ്പം നമ്മളിവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മോള് പറയുമ്പോൾ നമുക്ക് ഇത്താത്ത ചെയ്യുന്ന വീഡിയോ ഇല്ലേ, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കായംകുളത്ത് ചെയ്യുന്ന അത് നമുക്ക് നോക്കാമെന്ന്. ഞാൻ പറയുന്ന പിന്നെ അവരെ വിളിച്ച് നോക്കാം. അങ്ങനെ അവർ വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്ത് അവർ സംസാരിച്ച് പിന്നെ നിങ്ങൾ വീഡിയോ അയച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വീഡിയോ എൻ്റെ മോളെ തല ഇതാക്കി വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് വലിയ ഇതിൽ കാണുന്നത് 2 ദിവസത്തെ ഇത് വേണ്ട വരും എന്നൊക്കെ പറഞ്ഞു.
അതിപ്പോൾ ഞങ്ങൾ 2 ദിവസമെല്ലാം വലിയ പൈസയാവില്ല എന്നുള്ള ചിന്തയിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തലേന്നേ വന്ന് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് ഇങ്ങനെ നിന്നിട്ട് 3 ദിവസമെല്ലാം മെനക്കെട്ട് നിൽക്കാമെന്ന് വെച്ചാൽ നമുക്കതിന് അങ്ങനെ ഇതൊന്നും ഇതായിട്ടില്ല, കപ്പാസിറ്റിയെല്ലാം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് പോയി നോക്കിയിട്ട് എന്താ ഇവിടെ നിന്ന് ചെയ്യാമെന്ന്. അങ്ങനെ അവർ പൈസ കുറച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളിവിടെ കായംകുളത്തേക്ക് വന്നത്. നല്ല സ്വഭാവം, നല്ല കരയണ്ട. കരയണ്ട. മറ്റേ 2 മക്കളും വന്ന് തോറയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയവും ഇല്ലല്ലോ നമുക്ക്, ഇന്ന് തന്നെ പോകണ്ടേ? അത് നമുക്ക് വേറൊരു ദിവസത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾ 4 പേര് അടങ്ങുന്ന ആ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നാൽ മതി. മനസ്സിലായോ? വരാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ നമ്മൾ നിൽക്കാനും പറ്റത്തില്ലല്ലോ, നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ലേ. അവൾക്ക് ഭയങ്കര മുറിവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. എന്നാലും പോയിരുന്നു മോളെ ചക്കര പൊന്നെന്നൊക്കെ പറയുമ്പോൾ അടങ്ങിയിരിക്കുന്നുണ്ട്. കഷ്ടം. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊന്ന് ഉറങ്ങണം, ഞാൻ ആരുറങ്ങുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ ഇതുവരെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഉറങ്ങില്ല, എണ്ണിച്ചിരുന്ന് കരയിലാന്ന്. മോള് കരയുമ്പോൾ ഉമ്മായും കരച്ചില്ലാന്ന്. അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഷാളൊക്കെ തട്ടൊക്കെ ചുറ്റി മുടിയൊന്നും കാണാത്ത രീതിയിലാണ് പോകുന്നത്. എൻ്റെ സ്കൂളിലെ എല്ലാ പിള്ളേർക്കും പേനാന്ന്. അപ്പോൾ അവൾക്കൊന്നും അറിയത്തില്ല. അത് ഭയങ്കര ഒരു നല്ല ഹെവിയാണ്, ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ് കുട്ടി കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മളെന്തായാലും ഏകദേശം അവിടെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാക്ക് ഇത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി കേട്ടോ ഇന്നലത്തെ ഒരു അനുഭവം. അപ്പോൾ അതൊന്ന് പങ്കുവെക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാരണം അവർക്ക് വന്ന അനുഭവം ഇനി മറ്റൊരാൾക്കും വരരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം. ശരി.